ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എറണാകുളത്തുള്ള കടമ്മക്കുടിയാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി പ്ലേസ് ആണ്. ഫാമിലീസൊക്കെ ആയിട്ട് ഈവനിങ് നമുക്ക് സെറ്റായിട്ട് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ വൈകുന്നേരം വരുന്നതാണ് കേട്ടോ ഏറ്റവും നല്ല രസം. അതായത് നല്ല തണലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സൺസെറ്റ് ഒക്കെ കണ്ടിരിക്കാം. അധികം ക്ഷീണമൊന്നും തോന്നില്ല കേട്ടോ. വെയിലാകുമ്പോഴേ നല്ല ക്ഷീണമൊക്കെ തോന്നുക. നമ്മൾ ഫാമിലി എല്ലാവരുമായിട്ടാട്ടോ പോയത്. എനിക്ക് ഈ സ്ഥലം നല്ലപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയ എക്സസൈസ് പാർക്ക് കൂടി ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഈ ഭാഗമാണ് കേട്ടോ കുറച്ചൊരു ഇഷ്ടപ്പെട്ടത്. ഇച്ചിരി നടക്കാനുണ്ട്, എന്നാലും അടിപൊളിയായിട്ട് അതിന് മാത്രം കാണാനും ഉണ്ട് കേട്ടോ. ഇവിടെ വന്നാൽ മെയിനായിട്ടുള്ള ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാൻ നല്ല ബാക്ക്ഗ്രൗണ്ടും പ്ലേസും ഉണ്ട്. അതാണ് ഇവിടുത്തെ മെയിനായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ്. വെയിലൊക്കെ ചെറുതായിട്ട് ആ ഒരു സൂര്യനൊക്കെ അടിക്കുന്ന നല്ല ക്ലിയറിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ചുറ്റും ഒരു ഐലൻഡൊക്കെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ചുറ്റും വെള്ളവും നടുക്ക് കൂടെ ചെറിയൊരു പാത പോലെയായിട്ട് നല്ല രസമായിരുന്നു. ഒരു പ്രകൃതി രമണീയമായ സ്ഥലം തന്നെയാണ് ഈ കടമ്മക്കുടി എന്ന് പറയുന്നത്. പിന്നെ ഗൈസ്, അവിടുന്ന് ഒരാൾ ചെമ്മീൻ പിടിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് കുറച്ച് ചെമ്മീൻ താഴെ വീണുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ജീവനുള്ള ചെമ്മീനെ കാണുന്നത്. നല്ല രസമായിരുന്നു. നിങ്ങൾ ഇതിനു മുന്നേ ജീവനുള്ള ചെമ്മീനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് ചായ കുടിക്കാൻ വന്നു കേട്ടോ. അവിടെ ഒരു ചേച്ചിയുടെ ബജിക്കട ഉണ്ടായിരുന്നു. അവിടെ വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള ബജിയാണ് കേട്ടോ. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ആണ്, നല്ല നീറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാം നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഒരുപാട് കടി കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പഴംപൊരിയാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പഴംപൊരി. നിങ്ങൾ കടമ്പക്കൂടി വരികയാണെങ്കിൽ എന്തായാലും ഇവിടുന്ന് ചായയോ ബജിയോ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അത്രയും ടേസ്റ്റ് ആയിരുന്നു. നമ്മളെല്ലാവരും വയർ നിറച്ച് കഴിച്ചു കേട്ടോ. സൂപ്പർ ബജി. കടമ്പക്കൂടി വരുന്ന എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഈ കടമ്പക്കുടി ഫുള്ള് നമ്മൾ പോയിട്ടില്ല കേട്ടോ. ചെറിയൊരു പാർട്ടിൽ മാത്രമാണ് നമ്മൾ പോയത്. വലിയ സ്ഥലമാണ് കേട്ടോ ഈ കടമ്പക്കുടി. അപ്പോൾ നിങ്ങളെല്ലാവരും വരുമ്പോൾ ഫുള്ള് പോവുക. നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് തന്നെ ഇരുടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്കൊരു സൺസെറ്റ് കൂടി കാണാൻ പറ്റിയിട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ബൈ.